dears, welcome back to our family. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മുട്ടക്കോട്ടം പെട്ടിയൊക്കെയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. അതിനു മുമ്പ് എനിക്കിത് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ എക്സ്പ്രസ് എന്ന് പറയുന്ന ലോജിസ്റ്റിക്സ്, അതായത് നമ്മുടെ കൊറിയർ സർവീസ് ഉണ്ടല്ലോ, അവർ വഴിയാണ് എനിക്കിത് വന്നിട്ടുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, അവരുടെ ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഫേസ് സ്കാനറുടെ ഒരു പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫേസ് സ്കാനറുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൊറിയർ സർവീസ് ആയിട്ട് വന്നത്, അവരുടെ കൊറിയർ വന്നത് എക്കോ എക്സ്പ്രസിൻ്റെയാണ് വേണ്ടത്. കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്കോ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആയിട്ടാണ് വന്നത്. ജസ്റ്റ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തല്ല കേട്ടോ, ഞാൻ ഫുള്ള് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാമെന്നൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷെ നടന്നില്ല. ഓൾറെഡി അവർ പൊട്ടിച്ചിട്ടാണ് അയച്ചത്. എന്താണ് അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ആവശ്യമില്ല, നോക്കട്ടെ. ഇതിനകത്ത് ഞാൻ ഓർഡർ ചെയ്ത സാധനമൊക്കെ ഉണ്ടോ? സാധനമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ഗിഫ്റ്റ് എന്തോ ഉണ്ടായിരുന്നു. അതായത് 1100 ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ഐറ്റത്തിൻ്റെ റേറ്റ്. പക്ഷേ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയത് ഏകദേശം സെയിം ആ ഒരു റേറ്റ് വരുന്ന ഐറ്റം തന്നെയാണ് ഗിഫ്റ്റ് കിട്ടിയത്. അത് കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്താണെന്ന് നോക്കാം കേട്ടോ. ജാനിമോള് വേറെ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. കുറേ പേപ്പർ മാത്രമുണ്ട്. ഇതതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഓരോ ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ഇതൊക്കെ സംഭവിച്ച് ഞാൻ ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ. ഇതൊന്നും അല്ല ഞാൻ ഓർഡർ ചെയ്തത്. അതൊന്നുമില്ലല്ലോ. കുറേ പേപ്പറുകളുണ്ട്, ചീത്താവാതിരിക്കാനൊക്കെ ആയിരിക്കും. കണ്ടോ, അതൊന്നുമില്ലല്ലോ. അപ്പം 3 ഐറ്റം ഉണ്ടോ വന്നിരുന്നത്. ഞാൻ ഒരൈറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3 ഐറ്റം വന്നു, കുറേ പേപ്പറുകളും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ? ചേച്ചി ചേച്ചി, അമ്മ അമ്മ, എല്ലാവർക്കും ശരണേച്ചി, ആ ടി വി അങ്ങ് നിർത്താമോ? നമ്മുടെ ടി വിയിലെ പിക്ചർ ട്യൂബ് അടിച്ചു പോയി ഗൈസ്. എന്നാലും സൗണ്ട് മാത്രം കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ വീട്ടുകാർ. പിന്നെ പിള്ളേരുടെ ബഹളം ഉണ്ട് കേട്ടോ. മഴയൊക്കെ പിടിച്ചിട്ട് ആകെ ഉത്സവതിയാണ്. വേണ്ട സംഭവം ഇതാണ് ഐറ്റം. നമ്മുടെ ഫേസ് സ്കാനറുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എനിക്ക് അഹങ്കാരമാണോ എന്ന് വിചാരിക്കാം. കാര്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയ ടൈമിൽ എൻ്റെ കയ്യിൽ ഫേസ് സ്കാനറുടെ ഒരൈറ്റം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല ലിപ്സ്റ്റിക്കാണ് ഫേസ് സ്കാനറുടെ. എൻ്റെ കയ്യിൽ നല്ല ലിക്വിഡായിരുന്നു. ഇത് ലിക്വിഡായി കേട്ടോ. നമ്മുടെ ബുള്ളറ്റ് ടൈപ്പാണ് ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയ ടൈമിൽ ഗൂഗിളിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫേസ് സ്കാനറുടെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതന്നെ റേറ്റ് വരുന്നത് 1199 ആണെന്ന് തോന്നുന്നു. അതെ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു പർപ്പിളിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഞാനിത് ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 9 hours ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 1600 ആയിരുന്നു ഫേസ് സ്കാനറുടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് 12 hours 24 hours ഒക്കെ നല്ല ലിപ്സ്റ്റിക്കായിരുന്നു. അങ്ങനെയാണ് ഇത് നോക്കാമെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. 3.7 grams ആണ് വരുന്നത്. മെയ്ഡ് ഇൻ മലേഷ്യ. കണ്ടോ, കാണാൻ നല്ല ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല ഭംഗി. എന്താണ് ഓപ്പൺ ചെയ്യാനോ? ലക്ഷറിയസ് കംഫർട്ടബിൾ. കൊള്ളാട്ടോ സംഭവം. ആ ഒരു പാക്കിംഗ് ഒക്കെ നല്ല ഭംഗി, നല്ല ഭംഗിയുണ്ടല്ലേ. അതാണ് ഇത് നല്ല എനിക്കിഷ്ടമുള്ള, എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ് എന്ന് തന്നെ പറയാം. നമുക്ക് ഫേസ് സ്കാനറുടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നോക്കി എന്ത് ഭംഗിയാണ്, ക്യൂട്ടായിട്ടാണ് അതിൻ്റെ പാക്കിംഗ് ഒക്കെ വരുന്നത്.
നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് ഞാനൊരു റെഡ് കളറാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലി ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പോലെയല്ല, അത്യാവശ്യം ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല വെയിറ്റ് ഉണ്ട്, പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നു നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ കൂടെ പറയാം കേട്ടോ. ഇതിൻ്റെ ഹൈഡ്രേറ്റിംഗ് കംഫർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, മാറ്റ് ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിനറിയാം, വിത്ത് മൾബറി ഓയിൽ ആൻഡ് ഷിയ ബട്ടറാണ് വരുന്നത്. സംഭവം കൊള്ളാല്ലേ, ഒരു കീ ചെയിനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെയുണ്ട്. ഓപ്പൺ ചെയ്തോട്ടെ. ഇതാണ് നമ്മുടെ ഐറ്റം. ഫേസ് കാനഡ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിൽ തന്നെ ആ ഒരു നമ്മുടെ ഫേസ് കാനഡയുടെ ആ ഒരു പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു ചോക്ലേറ്റ് സ്മെല്ലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ മിറർ എടുത്ത് തരാം. അപ്പോൾ ഞാൻ മിറർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ ലിപ്പിൽ ജസ്റ്റ് ആ ഒരു ലിപ് ബാം മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട്. എടാ ഇതിൻ്റെ ഇടയ്ക്ക് നീ ഇത് തൊട്ട് നോക്കിയാടാ, പോടാ. അതിൻ്റെ ഇടയ്ക്ക് അവൻ തൊട്ട് നോക്കിയേക്കുന്നത്. അപ്ലൈ ചെയ്ത് നോക്കി. അത്യാവശ്യം സ്പൂൺ. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്യാറില്ല കേട്ടോ ലിപ്സ്റ്റിക്ക്. സംഭവമുണ്ടല്ലോ 1100 രൂപയ്ക്ക് വെറുത്തല്ല. ഒരു മാറ്റ് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം കൊള്ളൂല കേട്ടോ. എനിക്കും ഞാനൊന്നും ചെയ്യട്ടെ. ഇനി വാ വീഡിയോ എടുക്കുക. സംഭവം കൊള്ളൂല കേട്ടോ. എനിക്കിഷ്ടമായില്ല. കളറും എനിക്ക് തരുന്നില്ല. കളറും കൊള്ളില്ല. പിന്നെ അത് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ സ്പ്രെഡ് ആവുന്നു. വെറുത്തല്ല എന്ന് തന്നെ പറയും. ഞാൻ ആദ്യം വാങ്ങി തന്നെയാണ് നല്ലത്. കളർ എനിക്ക് ചേരുന്നില്ല എന്നാണ് വെച്ചാൽ. ഇപ്പോൾ വരാം. അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയിട്ടാണ് കേട്ടത് ഈ ഒരു പൗച്ച്. ഇത് ഫേസ് കാനഡ തന്നെയാണ്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത് മാത്രമുണ്ട് വെറുത്ത്. കാണാം, ലേബലൊക്കെ ഉണ്ട്. അത് മാത്രമുള്ള കാര്യം. പിന്നെ വേറെ ഐറ്റം കേട്ടോ. ഇത് എപ്പം ഞാൻ ഫേസ് കാനഡ ഓർഡർ ചെയ്താലും എനിക്ക് കിട്ടാറുള്ളതാണ്. നോക്കണ്ട ദേവി, ഞാൻ തരില്ല. എനിക്കറിയാം അവിടെ നിന്ന് ഓർഡർ വരുമെന്ന്. കുറേ നമ്മുടെ ഈ ബ്ലെൻഡേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉള്ളത്. ഇത് ഫേസ് കാനഡയുടെ ഏത് പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതലും അതുകൊണ്ട് ഫേസ് കാനഡയിൽ ഇതിൻ്റെ ഈ ബ്ലെൻഡറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 1000 എത്രയാണ് രൂപയാണ്. ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പക്ഷേ ഇനി ഞാൻ പൈസ ഇട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ദേ നമ്മൾ വണ്ടിയിലാണ്. ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കായിരുന്നതാണ്. അന്നേരമാണ് ദേവിക്ക് വരെ പോകണമെന്ന് ഞങ്ങൾ അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. അതിനിടയ്ക്ക് കാശ്മീരി ഉറക്കമായി. അപ്പം നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ എന്താ പറയുക, കണ്ടോ, ഒരു സാധനം ലിപ്സ്റ്റിക് ഇല്ല. ഇതിലും എത്രയോ ബെറ്ററാണെന്ന് അറിയോ മറ്റേ ഇത്. എനിക്ക് തോന്നുന്നു ഡാസ്ലറിൽ ലിപ്സ്റ്റിക്ക് 200 രൂപയ്ക്കകത്ത് എന്തൊരു കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം മേടിച്ചായിരുന്നു കേട്ടോ ഒരെണ്ണം. അതിന് 195 രൂപ എന്തുവാണ്. DL0029 ആണ് ഞാൻ മേടിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ലതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, മാറ്റ് ഫിനിഷാണ്, നല്ല ലിപ്സ്റ്റിക്ക്. ഇത് ഒരുമാതിരി ഉണ്ടല്ലോ, നമ്മൾ പക്ക ലോക്കൽ മേടിക്കുമല്ലോ. ലോക്കൽ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കുമല്ലോ. അത് കൂട്ടുണ്ട്. കൊള്ളൂല്ലെന്ന് പറഞ്ഞാൽ കൊള്ളൂല്ല. ആരെങ്കിലും ഫേസ് കാനഡ അധികം ആരും നോക്കില്ല എന്ന് തോന്നുന്നു. എനിക്ക് എന്ത് തോന്നിയിട്ടാണോ ഞാൻ പോയി മേടിച്ചത്. പക്ഷേ ഇതിൻ്റെ ലിക്വിഡ് നല്ലതാണ് കേട്ടോ. ലിക്വിഡ് മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞിട്ടൊരെണ്ണമുണ്ട്. അത് നല്ല ലിപ്സ്റ്റിക്കാണ്. എൻ്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് കൊടുത്തു, അതുകൊണ്ടിട്ടാണ്. ഞാൻ ഇനിയിപ്പോൾ അതൊരെണ്ണം ഓർഡർ ചെയ്യണം.
ഇത് കൊള്ളൂല. ഇതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്തിനാണ് ഞാൻ പൊതുവെ അങ്ങനെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. അതായത് നമ്മളിങ്ങനെ പിരിച്ചു തുറക്കുമല്ലോ, ആ ടൈപ്പിൽ അങ്ങനെ ഞാൻ യൂസ് ചെയ്യില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇത് മാറ്റ് ഫിനിഷ് കൊള്ളാം, ഫേസ് സ്കാനറുടെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി മേടിച്ചാണ്. വെറുതെ ആ പൈസ പോയി. അത് മാത്രമുണ്ട് മെച്ചം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ഉണ്ട് കേട്ടോ. നമ്മൾ 1000 സംതിങ്ങിൻ്റെ സാധനം മേടിച്ചപ്പോഴത്തേന് 2000 രൂപ അടുപ്പിച്ചുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. അത് മാത്രമുണ്ട് മെച്ചം. അതിൻ്റെ ആ ഫേസ് കാനഡയുടെ ആ ഒരു ബ്ലെൻഡർ ഉണ്ടല്ലോ, അത് നല്ലതാണ്. അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ മേക്കപ്പും ചെയ്യാറില്ലല്ലോ ദൈവമേ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ മോയ്സ്ചറൈസർ കിട്ടിയാൽ അപ്ലൈ ചെയ്യും. അല്ലാതെ തന്നെ ബേബീൻ്റെ എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ബേബീൻ്റെ എണ്ണ പൗഡറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ ബേബി ഹെയർസ് ഉണ്ടോ ഒരു മയിലിരിക്കുന്നില്ല, കൊച്ചു പിള്ളേരുടെ പോലെ ഒരുപാട് ബേബി ഹെയർസ് ആയി. അതാണ് എൻ്റെ ദൈവമേ. വണ്ടിക്കാരുടെ ഓരോരോ അഹങ്കാരങ്ങളെ. നമ്മുടെ ഇതിലെ കൂടെ ഒരു ആതിര ബസ് ഉണ്ട്. എൻ്റെ ദൈവമേ, അവന്മാർ അവരുടെ സ്വന്തം റോഡാണ് എന്ന് വിചാരിച്ചാണ് ഓടുന്നത്. അയ്യോ. അപ്പം ഞാൻ പറഞ്ഞോളൂ, അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടാവും. പറ്റാതിരിക്കില്ല. എനിക്ക് പറ്റിയില്ല, മണ്ട അബദ്ധമായിപ്പോയി. ഇതിൻ്റെ മുന്നേ ആ ബ്രാൻഡിൽ തന്നെ മേടിച്ചിട്ടുള്ളായിരുന്നപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇത് പോയി മേടിച്ചത്. ഇത്രയ്ക്ക് വൃത്തികെട്ടതാവുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. സാഡായി. എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ ഉണ്ട്. ഞാൻ ഒരുപാട് മേടിച്ച് വെച്ചാൽ ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട 2 കളറുണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെബ്ലൈൻ്റെ ആണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം ഒരു ഡാർക്ക് ന്യൂഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെബ്ലൈൻ്റെ ലിപ്സ്റ്റിക്ക്. നമ്മുടെ കുടുംബത്തിൽ പോണ വഴി കേട്ടോ. അത് നല്ല ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല. വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ. എന്നാലും ആ പൈസ പോയല്ലോ. റിട്ടേൺ അടിക്കാനും പറ്റില്ല. റിട്ടേൺ ഓപ്ഷൻ ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ റിട്ടേൺ അടിച്ചുതരാം. ആദ്യം തൊട്ടിട്ട് അത് വന്നപ്പോൾ തൊട്ടിട്ടേ കുഴപ്പമാണ്. വന്നിട്ടുണ്ടെങ്കിൽ 3-4 ദിവസമായി. പിന്നെ അവിടെ പോക്ക് ഇവിടെ പോക്ക് അങ്ങനെയൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ ഓപ്പൺ ആയിരിക്കുമായിരുന്നു. അവരെടുത്ത് മാറ്റിയൊന്നും ആയിരിക്കുന്നില്ല. അവരുടെ ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് എന്ന് ചെക്ക് ചെയ്ത വല്ലതും ആയിരിക്കാം. എന്നാലും അങ്ങനെ തുറക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം ആയിരിക്കുമല്ലോ. നമ്മുടെ പേഴ്സണൽ തിങ്സ് ഒക്കെ എന്തോരം ഓർഡർ ചെയ്യും. എക്കോ എക്സ്പ്രസ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊള്ളൂല. അവന്മാരുടെ കൊറിയർ സർവീസും കൊള്ളില്ല. ഞാൻ ഓർഡർ ചെയ്ത സാധനവും കൊള്ളില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ സങ്കടം പിടിച്ച വ്ളോഗ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനി ആരും ഈ ഒരു അബദ്ധം കാണിക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഡയറക്റ്റ് ഷോപ്പിൽ പോയി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതുപോലെയൊക്കെ ട്രയലൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റുമല്ലോ. മാളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ട്രയലൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഓൺലൈൻ ആകുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ ആ പൈസ പോയി കിട്ടും. അത്ര തന്നെ. കുഴപ്പമില്ല. അപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.